പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉയർപ്പ് തിരുനാളിന്റെ വലിയ അനുഭവത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ആയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വലിയ സന്തോഷത്തോടെ ഉദ്ധാനത്തിന്റെ ഉയർപ്പ് തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശോ ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷപ്പെട്ട് സ്ലീഹന്മാർക്ക് നൽകിയ സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ച ആ വലിയ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തില്, മക്കളില്, ജീവിതത്തില് നിറയട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് ഏവർക്കും ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്ററിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം നേരുകയാണ്. ദിവസങ്ങളൊക്കെ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ജ്ഞാനസ്നാന നവീകരണങ്ങള്, പുതുജീവന്റെ സമൃദ്ധിയില് ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് ഇതാ ഉദ്ധിതനായ കർത്താവിന് മുമ്പില് ഉദ്ധാനത്തിന്റെ മഹത്വത്തിൽ പങ്കുചേരാൻ വേണ്ടി ദൈവം നമ്മെ അനുവദിച്ചിരിക്കുകയാണ്. മാത്രമല്ല, കരുണയുടെ ഈ വലിയ ദിനങ്ങളിൽ പുതുഞായറിനു വേണ്ടി മഹാതിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ നൊവേനയിലൂടെയൊക്കെ കർത്താവ് തന്റെ ഈ കരുണ, ഏത് കരുണ? കുരിശുമരണത്തിലൂടെ, തന്റെ പാപപരിഹാര ബലിയിലൂടെ നമുക്ക് നേടുത്തുന്ന കരുണ സ്വന്തമാക്കിയെടുത്തുകൊണ്ട് യഥാർത്ഥമായ ഉദ്ധാനത്തിന്റെ മഹത്വത്തിന്റെ ജീവിതം ജീവിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മെ ഒരുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഉദ്ധാനത്തിന് ആഘോഷിക്കുമ്പോ ഒറ്റ കാര്യം മാത്രം അച്ഛൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാം. അത് മറ്റൊന്നുമില്ല. ഉദ്ധാനം ഉണ്ടായത് എപ്പോഴാ? ഒരു മരണം സംഭവിച്ചപ്പോഴാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതം ഒരു ഉദ്ധാനത്തിന്റെ ജീവിതം ആയിരിക്കണം എന്ന് പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തില് ജ്ഞാനസ്നാനവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹ ക്രൈസ്തവ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്: യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്ന നാം എല്ലാവരും അവന്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ പങ്കുചേരാനും അവന്റെ ഉദ്ധാനത്തിന് സദൃശമായ ഒരു മഹത്വത്തിൽ പങ്കുചേരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്രിസ്ത്യാനി ആയിട്ട് മാമോദിസ സ്വീകരിച്ചത്. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് ഉദ്ധാനത്തിന്റെ ജീവിതമാണ്. അതെന്താണ്? പാപത്തിന് മരിച്ച് ഈശോ പാപത്തെ പരാജയപ്പെടുത്തി, കുരിശിൽ പാപത്തെ കൊന്നു, ശാപത്തെ നീക്കി, കടങ്ങൾ വീട്ടി, സാത്താന്റെ ആധിപത്യങ്ങൾ, അവകാശങ്ങൾ അവസാനിപ്പിച്ചു. ഇനി ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ മേൽ പാപത്തിനോ ശാപത്തിനോ മരണത്തിനോ പിശാചിനോ ഒരു കടത്തിനോ സാധ്യതയില്ല, ഒരു അവകാശമില്ല. അതുപോലെ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം എന്ന് പൗലോസ്ലീഹ ആഗ്രഹിക്കുന്നു. പൗലോസ്ലീഹയല്ല, കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് അടച്ച് ഇരിക്കുന്ന മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട് സ്ലീഹന്മാരുടെ മധ്യേ. ആ ശരീരത്തെ തടസ്സപ്പെടുത്താൻ ഒന്നിനും പറ്റണില്ല. ഒരു മുറിക്കോ, ഒരു വാതിലിനോ, ഒരു കതകിനോ, ഒരു തടസ്സത്തിനോ ഇനി തടസ്സപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരം, അതിനെ തടസ്സപ്പെടുത്താൻ ഒന്നിനും പറ്റില്ല. അതുപോലെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തെ ഒരു തിന്മയ്ക്കും ഒരു തടസ്സത്തിനും തടസ്സപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഉദ്ധാനത്തിന്റെ ജീവിതം, അതാണ് കർത്താവ് ഉയർപ്പ് തിരുനാളില് നമുക്ക് നൽകുന്ന വലിയ സമാധാനത്തിന്റെ അടിസ്ഥാനം. എന്ന് പറഞ്ഞാൽ, നമുക്ക് ജീവിക്കാൻ ഒരു ജീവിതമുണ്ട്. പാപത്തിന് മരിക്കണം, ഇതെല്ലാം അവസാനിപ്പിക്കണം. പാപത്തിന് അനന്തര ഫലങ്ങൾ എല്ലാം നീക്കിലീശോ. കുരിശുമാരെ നമ്മൾ ധ്യാനിച്ചു. അവിടുന്ന് പാപത്തെ, അതിന്റെ അനന്തര ഫലങ്ങളെ, അതിന്റെ ആധിപത്യങ്ങളെ, അധികാരികളെ എല്ലാം പരാജയപ്പെടുത്തിയിട്ടാണ് ഉയർത്തെഴുന്നേറ്റ് വിജയശ്രീലാനത്തിനായിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോ കർത്താവിന്റെ മഹത്വത്തിന്റെ ശക്തിയും ഒന്നിനും തടസ്സപ്പെടുത്താൻ പറ്റാത്ത ആധിപത്യവും അധികാരവും സ്വന്തമാക്കിക്കൊണ്ട് പറഞ്ഞില്ലേ, 28-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 28:18 പറയുന്നുണ്ട്: ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാ അധികാരവും തിരിച്ചു പിടിച്ചു. പിശാചിന്റെ പിടിയിൽ നിന്ന് അവന്റെ ആധിപത്യങ്ങളെ അവസാനിപ്പിച്ചു. അങ്ങനെയാണ് മക്കളെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. ഈ ഉദ്ധാനത്തിന്റെ മഹത്വം നമ്മൾ സ്വന്തമാക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഉത്ഥാനത്തിന്റെ ആ മഹത്വത്തിൽ പങ്കുചേരണമെങ്കിൽ പാപത്തിന് നമ്മൾ മരിക്കണം. നമ്മൾ 50 നോമ്പൊക്കെ നോക്കി, അനേക മക്കള് നമ്മുടെയൊക്കെ നോമ്പിന്റെയും ഈ ഉത്ഥാനത്തിന് മഹത്വത്തിൽ പങ്കുചേരുന്ന ഈ തിരുനാളിന്റെ ചൈതന്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതായത് പാപത്തെ സംബന്ധിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ മഹത്വത്തിൽ പങ്കുചേർന്ന് ജീവിക്കണമെങ്കിൽ നമ്മൾ പാപത്തിന് മരിക്കണം. ഇതൊക്കെ ജീവിതം കൊണ്ടാണ് മക്കളെ ഈ മഹത്വം, ഈ രക്ഷ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മള് മിക്കവാറും ഒത്തിരി പേരിന്ന് 50 ദിവസം പല പാപത്തിനും മരിക്കും. പാപം വേണ്ടെന്ന് വയ്ക്കും. മദ്യം വേണ്ട, മറ്റു പല സുഖങ്ങൾ വേണ്ട, ലഹരി വേണ്ട, അങ്ങനെ പലതും വേണ്ടെന്ന് വെച്ച് നോമ്പാചരിക്കും. എന്നാൽ ഉത്ഥാനത്തിന്റെ ദിവസം പാപത്തിന് മരിച്ച് ഉയർത്തെഴുന്നേൽക്കേണ്ടതിന് പകരം മരിച്ച പാപത്തിന് ജീവൻ നൽകി ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു വലിയ പൈശാചികത ഇന്ന് നമ്മുടെയൊക്കെ ക്രൈസ്തവ ഈസ്റ്റർ ആഘോഷങ്ങളിലുണ്ട്. അതുകൊണ്ട് ഇന്ന് ദിവസങ്ങളൊക്കെ അനേകം കുടുംബത്തിൽ നിന്ന് വിളിച്ചു. എന്റെ അച്ഛ 50 ദിവസം നോമ്പായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു. എന്നാൽ ഇത് നോമ്പ് വീട്ടാൻ വേണ്ടി മദ്യം വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് അച്ഛാ വീട്ടില്. എന്നാ പാപത്തെ കൊന്നത് ഉയർപ്പിച്ചുകൊണ്ട് പാപത്തിന് ജീവൻ നൽകി ഈ ഉത്ഥാനം നമ്മൾ ആഘോഷിക്കുമ്പോ പ്രിയപ്പെട്ട മക്കളെ, യഥാർത്ഥമായ സമാധാനം നമുക്ക് നഷ്ടപ്പെടുത്തുന്ന പാപത്തെ ഉണർത്തുകയാണ്. അതുകൊണ്ട് ഇതൊരു വലിയൊരു അവസ്ഥയാണ്. നമ്മുടെ ജീവിതം ഇതാണ്. സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ജീവിതം ഉണ്ടാവണോ? പാപത്തെ സംബന്ധിച്ച് മരിക്കണം. എന്നിട്ട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം അതിവിശുദ്ധിയില്. എന്നിട്ട് നമ്മൾ ജ്ഞാനസ്നാന വ്രതങ്ങൾ നവീകരിച്ചു. വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ശരീരത്തിൽ ഉയർപ്പില് നിത്യമായ ജീവിതത്തില് ജീവിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് കർത്താവിന്റെ പേര് സ്വന്തമാക്കി പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ജീവിക്കുന്ന, പാപങ്ങളുടെ മോചനത്തിൽ ജീവിക്കുന്ന അടിസ്ഥാനത്തിൽ നമ്മൾ നവീകരിച്ചു ജ്ഞാനസ്നാനം. ഇതെല്ലാം ചെയ്തെങ്കിലും എത്ര മക്കള്, ചിന്തിക്കണം മക്കളെ, യഥാർത്ഥമായ ഈ മരണത്തിൽ പങ്കുചേർന്ന് ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റ്, പാപത്തിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് ഇനി അങ്ങോട്ട് ഒന്നും തടസ്സപ്പെടുത്താത്ത, പാപത്തിനോ ശാപത്തിനോ മരണത്തിനോ പിശാചിനോ അധികാരവും അവകാശമില്ലാത്ത ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഈ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ മക്കൾക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണയുടെ നൊവേനയുടെ 3-ാമത്തെ ദിവസം ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് കർത്താവിന്റെ സന്നിധിയിൽ ഭക്തി തീഷ്ണതയിൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ്. പാപത്തിന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പാപം ചെയ്യാതെ ഇതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ ആ വലിയ മഹത്വത്തിൽ സ്വന്തമായി ജീവിക്കുന്ന മക്കള്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇന്ന് 3-ാം ദിവസം ഈശോ പറയുന്നത്. നമ്മുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കള് പാപത്തിന് മരിച്ച്, പിശാചിന് മരിച്ച്, ഈ ലോകത്തിന് മരിച്ച് കർത്താവിന്റെ മക്കളായിട്ട് ജീവിക്കാൻ വേണ്ട വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേക മക്കള് പാപത്തിൽ തന്നെ ജീവിക്കുമ്പോ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കള്, നമ്മൾ ലോകത്തിന്റെ മക്കളല്ല, ദൈവത്തിന്റെ മക്കള്, നമ്മുടെ മക്കള് പാപത്തിന് മരിച്ച് ഉദ്ധിതനായ കർത്താവിന്റെ മഹത്വത്തിൽ പങ്കുചേർന്ന് ഭക്തി തീഷ്ണതയിലും വിശുദ്ധിയില് കർത്താവിനെ സ്വന്തമായി ജീവിക്കണം. അതിനുവേണ്ട മഹാകരുണയ്ക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഉയർപ്പ് തിരുനാളില് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിതങ്ങൾ ഈ ഒരു അടിസ്ഥാനത്തിൽ പാപത്തിന് മരിച്ച ഒരു ജീവിതമാക്കി മാറ്റി ഉത്ഥാനത്തിന്റെ മഹത്വത്തിന്റെ ജീവിതം ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ നൊവേന നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കരുണ ഈ ഒരു അഭിഷേകം നൽകി നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കൾ പാപത്തിന് മരിക്കണം. കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ പങ്കുചേർന്ന് യഥാർത്ഥമായ സമാധാനത്തിന്റെ വക്താക്കളാക്കി കുടുംബത്തിലും ജീവിതത്തിലും മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയ്ക്കായി ദിവ്യകാല സന്നദ്ധിയില് നമ്മൾ ഈ 3-ാം ദിവസത്തിന്റെ നൊവേനയും മക്കൾക്ക് വേണ്ടിയുള്ള കരുണയുടെ പ്രാർത്ഥനയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോമേ നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ കുടുംബത്തിന് ഈശോ ആശംസിച്ച സമാധാനം നേരുകയാണ്. സമാധാനദാതാവായ ദൈവം നമ്മുടെ മധ്യ എഴുന്നള്ളി വരുമ്പോ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഉദ്ധാനത്തിന്റെ മഹത്വത്തിൽ പങ്കുചേരുവാൻ അങ്ങേ മക്കളായി ഞങ്ങളെ അനുവദിച്ചുകൊണ്ട് ഈ ഉയർപ്പ് തിരുനാളില് അങ്ങേ തിരുസന്നിധിയില് അങ്ങയുടെ കരുണ സ്വന്തമാക്കാൻ, അങ്ങയുടെ വലിയ കരുണയ്ക്ക് വേണ്ടി ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങ് പാപത്തെ പരാജയപ്പെടുത്തി, അങ്ങ് എല്ലാ ശാപങ്ങളെയും നീക്കി, പിശാചിനാധിപത്യങ്ങളെ, അധികാരങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത് അങ്ങ് ഞങ്ങൾക്ക് ഉദ്ധാനത്തിന്റെ മഹത്വത്തിന്റെ വലിയ അഭിഷേകം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നല്ലോ. ഈശോയെ, അതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അങ്ങേ തിരുസന്നിധിയില് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പാപത്തിന് മരിക്കേണ്ടവരായി ഞങ്ങൾ ചിലപ്പോഴെങ്കിലും ഈശോയെ അറിഞ്ഞോ അറിയാതെയോ പാപത്തിന് ജീവൻ നൽകി ഉദ്ധാനത്തിന്റെ തിരുനാൾ നോമ്പ് വീട്ടിയിട്ടെന്ന പോലെ ആഘോഷിക്കുമ്പോ അങ്ങയുടെ വേദന ഞങ്ങൾ അറിയുന്നു. ഒരു നിമിഷം മക്കളെ ഇന്ന് പാപത്തിന് ജീവൻ നൽകി വീണ്ടും പാപത്തിന് വിട്ടുകൊടുത്ത് നോമ്പ് വീട്ടി ഉയർപ്പ് ആഘോഷിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് വേദനിക്കുന്ന കർത്താവിന്റെ വേദനിക്കുന്ന ഹൃദയത്തിലേക്ക് നമ്മയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഉയർപ്പ് തിരുനാളില് മദ്യപിച്ച് വീണ്ടും പാപത്തിന് അവസരം കൊടുത്ത് പാപത്തിന് മരിക്കേണ്ടവരായ അങ്ങയുടെ മക്കൾ വീണ്ടും പാപത്തെ ഉയർത്തിക്കൊണ്ട് പാപത്തെ ഉയർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അതിനോർത്ത് വേദനിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് കർത്താവേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഉദ്ധാനത്തിന്റെ മഹത്വത്തിൽ ഞങ്ങളെയും പങ്കുചേർത്ത് അതിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാപത്തിന് മരിച്ച് ജീവിക്കാൻ, ഉദ്ധാനത്തിന്റെ മഹത്വത്തിന്റെ സമാധാനം അനുഭവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതങ്ങൾക്കും ലോകം മുഴുവനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ തിരുസന്നിധിയില് ഈ നൊവേനയുടെ 4-ാം ദിവസം അങ്ങയുടെ തിരുമനസ് പ്രകാരം ഞങ്ങൾ ഈ നൊവേനയില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, 3-ാം ദിവസത്തിന്റെ നൊവേനയിലേക്ക് നമ്മയും നമ്മുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന പോലെ പാപത്തിന് മരിച്ച് ജീവിക്കുന്ന മക്കളായി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാപത്തിൽ ജീവിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ ഒരു അഭിഷേകം ലഭിക്കാൻ നമുക്ക് ഒരുമിച്ച് ദൈവകരുണയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് 3-ാം ദിവസത്തിന്റെ നൊവേനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 3-ാം ദിവസം ഭക്തിതീക്ഷ്ണതയും വിശ്വസ്തതയുമുള്ള എല്ലാ ആത്മാക്കളെയും ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക. എന്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക. കുരിശിന്റെ വഴിയിൽ എനിക്ക് ആശ്വാസം ചൊരിഞ്ഞത് ഈ ആത്മാക്കളാണ്. കൈപ്പേറിയ കഥനക്കടലിന്റെ നടുവിൽ ആശ്വാസത്തിന്റെ തുള്ളികൾ പകർന്നത് അവരായിരുന്നു. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഈ പാപത്തിന് മരിച്ച് ജീവിക്കുന്ന അനേക മക്കൾ കർത്താവ് ആഗ്രഹിക്കുന്നവരാണ്. ആ മക്കൾ നമ്മൾ ഓരോരുത്തരും, നമ്മുടെ മക്കൾ ഭക്തി തീഷ്ണത വിശ്വസ്തത അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കാം. വിശ്വാസത്തിൽ ജീവിക്കുന്ന മക്കള്, കൂദാശയിൽ ജീവിക്കുന്ന മക്കള്, കർത്താവിനോടും വചനത്തോടും വിശ്വസ്തരായി ജീവിക്കുന്ന മക്കള്, നമ്മുടെ മക്കൾ വീണു പോകാൻ പാടില്ല. നമ്മൾ അതിനു വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മൾ വീണുപോയ മക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ വീഴാത്ത മക്കള്, ഭക്തി തീർന്ന് ജീവിക്കുന്ന മക്കൾ, അനേക മക്കള് ഭക്തിയിൽ ജീവിച്ചു, വിശ്വാസത്തിൽ ജീവിച്ചു, കർത്താവിനെ കൈവിട്ടുപോയി, ഉദാശ വിട്ടുപോയി. നമ്മുടെ മക്കൾ അങ്ങനെ പോകാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ഈ കരുണയിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. എഴുതിപ്പോയ മക്കൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടതെന്ന്, ഭക്തി തീക്ഷ്ണതയിലും വിശ്വാസത്തിൽ ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതാണ് ഈ 3-ാം ദിവസം ഈശോ പറയുന്നത്. അവര് കർത്താവിനെ ആശ്വസിപ്പിക്കുന്നു. കർത്താവ് പറഞ്ഞില്ലേ, കൈപ്പേറിയ കഥനക്കടലിന്റെ നടുവിൽ ആശ്വാസത്തിന്റെ തുള്ളികൾ പകർന്നത് അവരാണ്. ആ മക്കൾ വീണു പോയാൽ കർത്താവ് ഒത്തിരി വേദനിക്കും മക്കളെ. അതുകൊണ്ട് വിശ്വസ്തതയില് ഭക്തി തീക്ഷ്ണതയിൽ ജീവിക്കുന്ന എല്ലാ മക്കളെയും നമ്മെയും സമർപ്പിക്കാം. വഴിതെറ്റി പോകാതെ, അകന്നു പോകാതെ, അവിശ്വസ്തരായിട്ട് പോകാതെ
തീഷ്ണതയില് മാന്ദ്യം കൂടാതെ വലിയ കത്തിച്ചൊലിക്കുന്ന മക്കളായി ജീവിക്കാൻ നമ്മുടെ മക്കളെയും നമ്മുടെ ജീവിതങ്ങളെയും അങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, അങ്ങയുടെ കരുണയുടെ നിക്ഷേപത്തിൽ നിന്നും ഞങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തർക്കും സമർത്ഥമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിക്കണമേ. സഹതാപ നിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. അവിടെ നിന്നും അകന്നു പോകുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുവദിക്കരുതേ. സ്വർഗസ്ഥനായ പിതാവിനോടുള്ള സ്നേഹത്താൽ അതിതീഷ്ണമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. നിത്യനായ പിതാവേ, വിശ്വസ്തരായ ആത്മാക്കളുടെ മേൽ കരുണാർദ്രമായ അങ്ങയുടെ നോട്ടം പതിക്കണമേ. അവർ അങ്ങയുടെ പുത്രന്റെ അനന്തരാവകാശികളാണല്ലോ. അങ്ങേ പുത്രന്റെ കഠിന പീഡകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽ ചൊരിയണമേ. അങ്ങനെ അങ്ങയുടെ നിരന്തരമായ സംരക്ഷണം അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങയോടുള്ള പരിശുദ്ധമായ വിശ്വാസത്തിൽ നിന്നും അവർ അയഞ്ഞു പോകാതിരിക്കട്ടെ. പകരം സ്വർഗത്തിലുള്ള എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം അങ്ങയുടെ അളവില്ലാത്ത കരുണയെ മഹത്വപ്പെടുത്തുന്നതിന് അവർക്കിടയാവുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ മക്കള് ദൈവത്തിൽ നിന്നൊരിക്കലും അകന്നു പോകാതിരിക്കാൻ ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മോടൊന്ന് ആവശ്യപ്പെട്ട ദിവസത്തില് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ സ്നേഹത്തോടെ കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിച്ച മക്കളെ ഈശോയെ വിട്ടു പോകാതിരിക്കാൻ, ഉദ്ധാനത്തിന്റെ മഹത്വത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ, വീണ്ടും പാപത്തിന് ജീവൻ നൽകിക്കൊണ്ട് പാപത്തിലേക്ക് വീണു പോകാതിരിക്കാൻ നമ്മുടെ മക്കളുടെ മേല്, നമ്മുടെ കുടുംബങ്ങളുടെ മേല്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേല്, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ മേല് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ, കർത്താവിന്റെ സന്നിധിയിൽ കരുണയുടെ ലുത്തിരിയെ ചൊല്ലി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ, ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പുത്രനായ ദൈവമേ, ലോകവിമോചക, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ അഗ്രാഹ്യ രഹസ്യമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. അത്യുന്നതന്റെ ശക്തിയുടെ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. അമാനുഷ്യ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്നും ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുമുറിവുകളിൽ നിന്നും ഒഴുകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായ അമല മനോഹരിയായ പരിശുദ്ധ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടിതമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കൂദാശകളിൽ പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. മാമോദീസായിലും പാപസങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ,
ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പാപികളുടെ മാനസാന്തരത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇരുമാന്മാരുടെ വിശുദ്ധീകരണത്തിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വർദ്ധിത ഹൃദയരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രസാദവരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അനുഗ്രഹീതരുടെ ആനന്ദമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ പറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ലോകത്തെ കുരിശിൽ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടമാക്കിയ ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ദിവ്യ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണ ഞാനെന്നും പാടിപ്പുകഴ്ത്തും. നമ്മുടെ എല്ലാ മക്കളുടെ മേലും വലിയ കരുണ ചൊരിയപ്പെടാൻ വേണ്ടി നിശബ്ദമായിട്ടൊന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവിന്റെ വലിയ കരുണ നമ്മുടെ മക്കളുടെ മേൽ ചൊരിയപ്പെടട്ടെ. പാപത്തെ വെറുത്തുപേക്ഷിച്ച് പാപത്തിന്റെ എല്ലാ കെട്ടുകളും തകർത്തെറിഞ്ഞ് കർത്താവ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയാൽ വീണ്ടെടുക്കപ്പെട്ട് അധികാരങ്ങളെയും ആധിപത്യങ്ങളെയും നിരായുധമാക്കിയ കുരിശുബന ശക്തിയുടെ അധികാരത്താൽ ഉത്ഥാനത്തിന്റെ മഹത്വത്തിന്റെ വലിയ ശക്തിയാൽ എല്ലാ പാപശക്തികളും അധികാരങ്ങളും നമ്മുടെ മക്കളെ വിട്ടുപോകുന്ന ആ വലിയ കരുണയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. അങ്ങയുടെ കരുണയാൽ ഞങ്ങളുടെ മക്കൾ വിമോചനം പ്രാപിക്കട്ടെ. അങ്ങയുടെ കരുണയാൽ തന്നെ അങ്ങയുടെ കരുണയിലേക്ക് ഞങ്ങളുടെ മക്കൾ തിരിയട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാണല്ലോ. ദയാപൂർവം ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം മടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ. കാരുണ്യത്തിന് രാജാവും അങ്ങയോട് പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ
തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവിന്റെ വലിയ കരുണയിലേക്ക് നമുക്ക് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും പ്രത്യേകമാവിധം സമർപ്പിക്കാം. മക്കളെ, ഭക്തി തീക്ഷ്ണതയിൽ നിന്ന്, വിശ്വസ്തതയിൽ നിന്ന് നമ്മുടെ മക്കൾ അകന്നു പോകാതെ ജീവിക്കാൻ ഇടയാകട്ടെ. അകന്നു പോയ മക്കള് തിരിച്ചു വരാനുള്ള കരുണയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ആ വലിയ കരുണയിലേക്ക് ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും ആനയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ചോയേ. ദിവ്യകാരണീശോയെ, ഭക്തി തീക്ഷ്ണതയും വിശ്വസ്തതയുമുള്ള മക്കൾ ഒരിക്കൽ പോലും അതിൽ നിന്ന് വിട്ടുപോകാതെ ജീവിക്കാനും, ഭക്തി തീക്ഷ്ണത കൈവെടിഞ്ഞ് വിശ്വസ്തത നഷ്ടപ്പെടുത്തി അവിശ്വസ്തരായി പോയ മക്കൾ ആ വിശ്വസ്തതയിലേക്കും തീക്ഷ്ണതയിലേക്ക് തിരിച്ചു വരാനും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ തിരുസന്നിധിയില് ഞങ്ങളുടെ മക്കളെല്ലാവരെയും പരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ മേൽ കരുണ ചൊരിയണമേ. ഇപ്പോൾ ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ആ വലിയ ശക്തി ഞങ്ങളുടെ എല്ലാ മക്കളിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെല്ലാവരെയും അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ അങ്ങേ തിരുഹൃദയത്തിന്റെ ഉള്ളിൽ. ആമേൻ.